മോഹൻലാലിനെ നായകനാക്കി വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ചിത്രമാണ് എ ഓട്ടോ. മോഹൻലാലിൻ്റെ കരിയറിലെ ഹിറ്റ് ചിത്രങ്ങളിലൊന്ന്. സുധി എന്ന ഓട്ടോ ഡ്രൈവറുടെ വേഷമായിരുന്നു മോഹൻലാലിൻ്റേത്. 1990 പുറത്തിറങ്ങിയ ചിത്രം ഓട്ടോ ഡ്രൈവർമാരും കേരളക്കരയും നെഞ്ചോട് ചേർത്തു. കോഴിക്കോടായിരുന്നു ചിത്രത്തിൻ്റെ ലൊക്കേഷൻ. നിർമ്മാണം മണിയൻ പിള്ള രാജു. മോഹൻലാലിനെ കൂടാതെ മുരളി, രേഖ, മണിയൻ പിള്ള രാജു, കുതിരവട്ടം പപ്പു, കുഞ്ചൻ, ഗണേഷ് കുമാർ, ജഗദീഷ്, സുകുമാരി, തിക്കുറിശി തുടങ്ങിയ താരങ്ങളൊക്കെ ചിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. എ ഓട്ടോയിലെ ഇമോഷണലായ ഒരു സീന് മറ്റൊരു ചിത്രത്തിൽ നിന്നും അടിച്ചു മാറ്റിയതാണ് എന്ന് നിർമ്മാതാവായ മണിയൻ പിള്ള രാജു ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഊണ് കഴിക്കാൻ ഇരുന്നിടത്ത് നിന്ന് മോഹൻലാലിനെ എഴുന്നേൽപ്പിച്ചു വിടുന്ന ഒരു രംഗമുണ്ട് എ ഓട്ടോയിൽ. ആഭിജാത്യം എന്ന സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ആ രംഗം. തിക്കുറിശിയുടെ മകളാണ് ശാരദ. അവളെ വിവാഹം ചെയ്തത് മധുവാണ്. അനിയത്തിയെ കല്യാണം കഴിച്ചത് പ്രേം നസീറും. വലിയ വരുമാനമൊന്നുമില്ലാത്ത ആളാണ് മധുവിൻ്റെ കഥാപാത്രം. ഒരിക്കൽ അദ്ദേഹം താഴെ ഇലയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മറ്റാരോ എത്തി. അദ്ദേഹത്തിന് ഇരിക്കാൻ സ്ഥലമില്ല. ഉടനെ തിക്കുറിശി വന്ന് മധുവിനോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുകയാണ്. കൂട്ടത്തിലൊരു ചോദ്യവും. ഇതിനിടയിൽ തന്നെ നിനക്ക് കഴിക്കണോ? ഇത് കേട്ട് ശാരദ മധുവിനെ നോക്കി. അവരുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്. മധു ആകട്ടെ ഒരു വല്ലാത്ത ചിരി ചിരിച്ച് അവിടെ നിന്നിറങ്ങുന്നു. ഇതായിരുന്നു ആഭിജാത്യത്തിലെ സീന്. മണിയൻ പിള്ള രാജുവിനെ കരയിപ്പിച്ച സീനായിരുന്നു ഇത്. അദ്ദേഹം സംവിധായകനായ വേണു നാഗവള്ളിയോട് പറഞ്ഞു, ഈ സീന് എങ്ങനെയെങ്കിലും ഈ ഓട്ടോയിൽ ഉൾപ്പെടുത്തണം. മനോഹരമായി തന്നെ ആ രംഗം ചിത്രത്തിൽ പുനഃസൃഷ്ടിച്ചു വേണു നാഗവള്ളി. മീനുക്കുട്ടി ദിവസവും കോളേജിൽ പോകുന്നത് സുധിയുടെ ഓട്ടോയിലാണ്. അവളുടെ പിറന്നാളിന് ക്ഷണിച്ചതനുസരിച്ച് സുധി അവരുടെ വീട്ടിലെത്തി. ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് സുധി. അപ്പോഴാണ് ഭദ്രൻ വരുന്നത്. ആ സമയത്ത് സുകുമാരി വന്ന് അവനെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ്. അല്ല, നീ അങ്ങോട്ട് എഴുന്നേൽക്ക്, ഇതെന്തു മര്യാദ? എല്ലാവരും ഉണ്ട് കഴിഞ്ഞിട്ട് ഇരുന്നാൽ പോരെ നിനക്ക്? ഒപ്പം കയറിയിരിക്കുന്നു. മീനുക്കുട്ടിയുടെ മുത്തശ്ശനോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകളോ അതിൽ എതിർത്തൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപമാനിതനായ സുധി ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. മണിയൻ പിള്ള രാജു മനസ്സിൽ കണ്ടതിലേറെ ആ രംഗം ഗംഭീരമാക്കി മോഹൻലാൽ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന അത്ഭുതം കൂറി മണിയൻ പിള്ള. എനിക്കറിയില്ല, ആ സമയത്ത് വരും, അത് ചെയ്യുകയാണ് എന്ന് മോഹൻലാലും. ആക്ഷൻ പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. അങ്ങ് അഴിഞ്ഞാടുകയാണ് മോഹൻലാൽ. അദ്ദേഹം അഭിനയിക്കാത്തത് ജീവിതത്തിൽ മാത്രമാണ്, മണിയൻ പിള്ള രാജു പറയുന്നു.